നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ചാലിയക്കരയിലെ ആന ഇറങ്ങുന്ന ഗ്രാമങ്ങളിൽ കൂടിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ചാലിയക്കര ചെറുകട 1-ാം വാർഡിലെ പഴയ മെമ്പറായ ലൈസി അലക്സ്. അപ്പോൾ ഒരുപാട് പരാതികൾ, കാരണം പ്രധാന ജനപ്രതിനിധികളായിരിക്കുള്ള പരാതികളൊക്കെ പറയുന്നത് ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ചണ്ടയ്ക്കാവണ്ണും അതുപോലെ പെരുന്തോലും കോങ്ങലും ഒക്കെ ആനകളുടെ ഒരു മേളമായിരുന്നു. അമ്മാമ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ആനകൾ ഇപ്പോഴും പകലും രാത്രിയും ഇങ്ങനെ പോവാതെ ഇവിടെ നിൽക്കുന്ന ഒരു സമയമാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തൊക്കെ ആനകൾ നിൽപ്പുണ്ട്. കാട്ടാനകൾ ഇറങ്ങുന്ന ചാലിയക്കര ഗ്രാമത്തിന്റെ കാഴ്ചകൾ നിരവധി തന്നിരുന്നു. ഇനി വീണ്ടും വേനൽക്കാലമായി തീറ്റ കുറഞ്ഞു കാട്ടിൽ ആനകൾ വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആനകളുടെ ഒരു മേളമായിരുന്നു കോങ്കലിലൊക്കെ. എന്റെ പേര് ലൈസി അലക്സ്. ഞാൻ ഇവിടുത്തെ മുൻ മെമ്പറാണ്. ഇത് തെമ്മല പഞ്ചായത്ത് ചെറുകട 1-ാം വാർഡാണ്. ഏതാനും 2-3 വർഷമായിട്ട് ആനയുടെ ഭയങ്കരമായ ശല്യമാണ്. ഞങ്ങൾക്കിപ്പം പകല് പോലും പറമ്പിൽ ഇറങ്ങാൻ വയ്യ. 2 ദിവസമായിട്ട് ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുക ആന. അതെങ്ങോട്ടും പോകത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ വന്ന് 10-65 മൂട് വാഴ, തെങ്ങ്, കമുക്, ഞങ്ങളുടെ കപ്പ, വാഴ ഇതെല്ലാം 3 ആനകൾ കൂടി വന്ന് നശിപ്പിച്ചു. ഓടിച്ചാലും പോകുന്നില്ല. ഇപ്പൊ എന്താണ് ഇതിന് ഒരു പോംവഴിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്ത് ചെയ്താലും ആന പോകുന്നില്ല. ആനയാണ് ഇപ്പൊ ഏറ്റവും വലിയ ശല്യം. ഈ പ്ലാവ് മുറിച്ചത് എന്താ, ആനയെ പേടിച്ച് ഞങ്ങൾ പ്ലാവ് മുറിച്ചതാ. ആന വീട്ടുമുറ്റത്ത് നിന്ന് സന്ധ്യ, അതെ, വീടിന്റെ മുറ്റത്ത് ആന വരും. ആന പകൽ പോലെ 6 മണി 5-6 മണിയായ നമുക്കിപ്പോ മുറ്റത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലെ. ഞങ്ങളിപ്പോ 4 പ്ലാവ് വെറും തുച്ഛം എല്ലാം മുറിച്ചത്, ആനയെ പേടിച്ച് മുറിച്ചതാ. കാരണം ഞങ്ങളൊക്കെ ഇത് കൊണ്ടൊക്കെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നവരാ. പക്ഷെ ആന ഈ 4 വശത്തൂടെയും വരും. 4 നമുക്ക് എങ്ങോട്ടൊന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം 5 മണിയായപ്പം ഈ കോഴിക്കൂടിന്റെ അവിടെ ആന കപ്പയെടുത്ത് വന്നു. 5 മണിയായപ്പോ ഒരു പിടിയാന വന്ന് കപ്പയെടുത്ത്. ഈ സമയം ആയതേ ഉള്ളൂ ആന വന്ന് കപ്പയെടുത്ത്. പിന്നെ മോൻ എല്ലാം ഇവിടുത്തെ ഒരു വാച്ചറുണ്ട്, ആ വാച്ചറും കൂടെ വന്ന് പടക്കം പൊട്ടിച്ച് അതിനെ ഓടിച്ചു വിട്ടത്. ഇന്നലെ വെട്ടുകാർ വന്നിട്ട് തിരിച്ചുപോയി. തോട്ടത്തിനകത്ത് നിൽക്കും ആന. ആന പോകത്തില്ല. പിന്നെ അത് ഓടിച്ചില്ല, വെട്ടുകാരങ്ങ് പോയി. ആരാ ഓടിക്കുന്നേ? ഒരു പടക്കം വേണമെങ്കിൽ 30 രൂപ 40 രൂപ. ഇതെന്നും എവിടെ പോകും? ആഴ്ച 4-5 കവർ മേടിച്ച് എങ്ങനെയാ പൊട്ടിക്കുന്നേ? ഫോറസ്റ്റുകാരെന്തുവാ പറയുന്നേ? അവരിങ്ങോട്ട് വന്ന് ഏതാണ്ട് ഒരു പൈപ്പിനകത്ത് ഏതാണ്ട് വെള്ളം ഒഴിച്ച് പൊട്ടിക്കും. അതുങ്ങൾ അന്നേരേ പോകും. അവർക്ക് നല്ലൊരു ലൈറ്റ് പോലും ഇല്ല. ഇവിടുത്തെ DFO ഒക്കെ എന്തോ കണ്ണു അടച്ചിരിക്കുവാന്നോ? അവർക്ക് എന്തോ വേണ്ടുന്ന സംവിധാനങ്ങൾ ഇതുങ്ങൾക്ക് ഒരുക്കി കൊടുക്കാത്ത എന്താ? അവർക്കും കുടുംബമില്ലേ? ഫോറസ്റ്റുകാരെ, പാവപ്പെട്ട ഫോറസ്റ്റുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല. മേലുദ്യോഗസ്ഥന്മാരാണ് ഇതിനെല്ലാം കാരണക്കാര്. അവർക്ക് എന്നോട് വൈരാഗ്യം ദിവസം കൂടുന്നതേ ഉള്ളൂ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം. എങ്കിലും അവരും ആന മേളിൽ തൊട്ട് മേളിൽ ഞങ്ങളുടെ പറമ്പിലുണ്ട് ആന. അതെ, ബാക്കിൽ കൂടെ സൈഡിൽ കൂടെ എല്ലാം വരും ആന. ഇപ്പൊ എന്ത് ചെയ്യാനാ? സന്ധ്യയായ ഞങ്ങൾക്ക് ഉറക്കമില്ല. പട്ടിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് അറിയുന്നേ. പട്ടിയെ 3 കൂടെ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അവിടെ നിന്ന പന്നി കൊലക്കാറായ വാഴകൾ മൊത്തം ഇടിച്ച് നശിപ്പിച്ച് എല്ലായിടും എടുത്തയാ. നമുക്ക് ഒരു കാര്യം ഫോറസ്റ്റുകാരോട് സംസാരിക്കാൻ കിട്ടത്തില്ലല്ലോ. അവര് വിളിച്ചാൽ പോലും രാത്രി ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാര് ഫോൺ എടുക്കത്തില്ലല്ലോ. പാവപ്പെട്ട 3-4 അച്ഛന്മാരെ വിടും. 2 കാടുകളോ അങ്ങനെ വരും. അതുങ്ങളെന്തോ ചെയ്യാനാ? അവർക്കും കുടുംബമൊക്കെ ഉണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് വേണ്ട യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. ഗവൺമെന്റ് ഇത് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു കൃഷിയില്ല, വെറുതെ വേണ്ട കാട് പിടിച്ച് കണ്ട് ആ കാട് കണ്ടില്ലേ കിടക്കുന്നത്? റബ്ബർ വെച്ചതാ. ഒരേക്കറിനകത്ത് റബ്ബർ വെച്ച് ഒറ്റ മൂട് റബ്ബറില്ല, എല്ലാം നശിച്ചു. അതുകൊണ്ട് വേണ്ട കാട് കയറി കിടക്കുന്നു. കാട് വീണ്ടും വെട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട വാഴയെല്ലാം നശിപ്പിച്ചിട്ടേക്കുമില്ലേ, എല്ലാം നശിപ്പിച്ച്. നമുക്ക് യാതൊരു മാർഗവും ഇല്ല. ഇതിലെ കൂടെ എല്ലാം ആന വരുന്ന ഒരു വഴിയാ. നമ്മുടെ പറമ്പിലോട്ട് പോയ ആവശ്യത്തിന് തെങ്ങുകൾ മറിച്ച് കമുകും തെങ്ങും എല്ലാം ചാരിച്ച് നശിപ്പിച്ചിട്ടേക്കുക. എന്ത് ചെയ്യാനാ? രാത്രി മുറ്റത്തിറങ്ങാനൊക്കത്തില്ല. ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇവിടെ മലയോര പ്രദേശത്ത് പാവങ്ങൾക്കൊന്നും വൈദ്യുതി പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എന്ത് ലൈറ്റ് വെട്ടം പോയി കഴിയുമ്പോൾ, വൈദ്യുതി പോയി കഴിയുമ്പോൾ എന്ത് പ്രകാശത്തിലെ അവർ ഇറങ്ങുന്നേ? അവർക്കിപ്പോ ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ? ശ്രദ്ധിച്ചില്ല. അതെ, ആന ഇങ്ങനെ വരിക. അപ്പൊ എന്താ ചെയ്യുന്നേ? അവര് യാതൊരു വിധമായിട്ട് നമ്മളെ കർഷകരെ സഹായിക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യില് അനാസ്ഥയാണ് ഇതെല്ലാം സംഭവിച്ചത്. കാരണം ആ ട്രെഞ്ച് എടുത്തത് നിങ്ങൾ പോയി നോക്ക്. എന്ത് പ്രയോജനത്തിന്? ഇത്രയോ കോടി മുടക്കിയെന്ന് പറയുന്ന ആ കോടി എന്തിയേ? ഒടിച്ചിട്ടേക്കുന്ന കമ്പെല്ലാം ആന തള്ളി പറിച്ചതാ. റബ്ബറിന്റെ കമ്പുകളെല്ലാം ഒടിച്ചതാ.
ഇപ്പൊ വേണമെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ തൊട്ട് ഞങ്ങളുടെ പറമ്പിനകത്ത് നിപ്പുണ്ട്, തോട്ടത്തിനകത്തുണ്ട്. കുറച്ചു മുമ്പേ റബ്ബർ ഓടിക്കുന്ന കേട്ട് ആരാ ഓടിക്കാൻ പോന്നെ? ഫോറസ്റ്റുകാരെ ഇനിയിപ്പൊ ഞങ്ങൾ ശല്യപ്പെടുത്താറില്ല. അവരെങ്കിലും സുഖമായിട്ട് കഴിയട്ടെ, അതല്ലേ നല്ല. അവരെ ശല്യപ്പെടുത്തണ്ട. അവിടെ എല്ലാം ആനയുടെ കാൽപ്പാടുകളാ കാണുന്നില്ല. 2 ദിവസമായാലും ഇവിടെ വന്നിട്ട് പോയിട്ട് 2 ദിവസമേ ഉള്ളൂ. ആ അതാ വഴി. ഉപ്പൂഴിന്ന് ചെറുകടവിന് വരുന്ന ഒരു ഇഞ്ചപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതെന്തിനാണോ എന്തോ അവിടെ ഉണ്ട്. ഇപ്പൊ എല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിന്റെ എല്ലാ കഥകളും എല്ലാം പോയി കിടക്കുന്നു. അവിടെ 3-4 സ്റ്റാഫുകളെ ഇട്ടിട്ട് പിന്നെ ഒരു സോളാറൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ അവർക്ക് ഇവിടെ രാത്രി താമസിച്ചുകൊണ്ട് ഈ ആനയെ കൂടുതലും തുരത്താനായിട്ട് സാധിക്കും. ഇതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല. അത് ഉണർന്നൊന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്, പല ജോലിക്ക് പോകുന്ന പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവരെ ഒരു സഹായമായിട്ട് ഇത് അത്യാവശ്യമായിട്ട് ഈ അടിയന്തരമായിട്ട് കെട്ടിടം ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് കുറെ സ്റ്റാഫുകളെ അവിടെ ഇടാൻ മേലുദ്യോഗസ്ഥന്മാര് കനിവ് കാണിക്കണം. മൈക്കാമൺ അവിടെ നിന്ന് മൂലമണ്ണിലേക്ക് വരുന്ന ഒരു റോഡുണ്ട്. പഞ്ചായത്തിന്റെ ആസ്തിക്കകത്തുള്ള റോഡാ. പഞ്ചായത്ത് പൈസയും അനുവദിച്ചതാ. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടുള്ള 70 മീറ്റർ പോലും ഇല്ല. അത് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർ പറയുന്നത് ഫോറസ്റ്റിനകത്തൂടെയുള്ള റോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യമായിരിക്കും, എന്നോടുള്ള വ്യക്തിവൈരാഗ്യമായിരിക്കും. എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 10-60 കുടുംബം താമസിക്കുന്നേ. ബഹുമാനപ്പെട്ട പത്തനാപുരം നിയോജക മണ്ഡലം MLA ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ഒത്തിരി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നത്, അവർക്ക് പോകാനും വരാനും ഒന്നും യാതൊരുവിധ സംവിധാനവും ഇല്ല. വണ്ടി വരാനോ ഒന്നും ഒക്കത്തില്ല. രാത്രി ആനയുടെ ശല്യം. എങ്ങനെ അവരൊന്ന് നടന്ന് മൂലമണ്ണിനപ്പുറം കയറും? ഇവിടെ 1, 2, 3 പേര് മാത്രമേ ഉള്ളൂ അല്പമെങ്കിലും സാമ്പത്തിക ശേഷിയുള്ള. ബാക്കിയെല്ലാം വെറും സാധുക്കളാ. അവരെങ്ങനെ ജീവിക്കും? ഒന്ന് കണ്ണു തുറന്ന് കണ്ടൂടെ ഈ പാലം, ആ റോഡ് ഇങ്ങനെ കിടക്കുന്നേ? ഒരു വണ്ടിയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്കോ 2 വാഹനം പോലും അതിലേന്ന് പോകത്തില്ല, സൈക്കിൾ പോകത്തില്ലല്ലോ. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡ് അവരെന്തുകൊണ്ട് ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല? പക്ഷെ കാലം മാറിയും തിരിഞ്ഞും വരും എന്ന് മാത്രം അവർ ചിന്തിക്കുക.